എൻ്റെ പേര് മോളി, ദെൻ ഹസ്ബൻഡ് റിജോ, എൻ്റെ മകൾ ജാനറ്റ്, മോൻ ജോവാൻ. ഞാൻ 2022 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ആദ്യം ഉടമ്പടി എടുത്തു. ഫസ്റ്റത്തെ 3 മാസം കുറച്ച് പ്രാർത്ഥിച്ചു, പിന്നെ പ്രാർത്ഥിച്ചില്ല, ഉഴപ്പിപ്പോയി. അതിനുശേഷം ഞാൻ വീണ്ടും എനിക്ക് തോന്നി മാതാവ് എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും എടുക്കാൻ നോക്കി, റിന്യൂ ചെയ്യാൻ പറ്റുമോ നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് പറയണു, എനിക്ക് നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങളും നിന്നെ കൂടുതലായിട്ട് അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ മകളുണ്ടായി 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് 2ാമത്തെ കുഞ്ഞ് ജോവാൻ ജനിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ എൻ്റെ മോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവൾ ഒറ്റയ്ക്കാണ്, കളിക്കാൻ ആരും ഇല്ല, കൂട്ടിയില്ല, ഫ്രണ്ട്സിനൊക്കെ അനിയന്മാർ, അനിയത്തിമാർ, ചേച്ചിമാർ എല്ലാവരും ഉണ്ട്, അവൾക്ക് മാത്രം ആരുമില്ല. അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾ ബഹ്റൈനിലാണ് താമസിക്കുന്നത്, അവിടെ ഉള്ളവരൊക്കെ ചോദിക്കാൻ തുടങ്ങി ഞങ്ങളോട് 2ാമത്തെ ഒരു കുഞ്ഞ് വേണ്ടേന്ന്. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു എന്നോട്, നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, ഇനിയും ഇത്ര ഗ്യാപ്പായി, ഇനി കുഞ്ഞുങ്ങളുണ്ടാവോ എന്നൊരു ഡൗട്ടായി. കല്യാണം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഫസ്റ്റത്തെ ഇവളുണ്ടാകുന്നത്. അപ്പോൾ 2ാമതും ഇനിയൊരു കുഞ്ഞുണ്ടാവുമോ എന്ന് എനിക്ക് പേടിയായി. അങ്ങനെ മാതാവിനോട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല, ഇനി നാട്ടിൽ പോകണം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനായിട്ട് തുടങ്ങി. അങ്ങനെ ചൊല്ലി ഫസ്റ്റത്തെ മാസം മാർച്ചിൽ ഞാൻ എടുത്തു, പ്രാർത്ഥന ഞങ്ങൾ ആരംഭിച്ചു. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയപ്പോഴേക്കും ഞാൻ കൺസീവായി. എനിക്കതിനെ ഞാൻ പ്രഗ്നൻ്റായി. അതിനുശേഷം ഇനി ഓരോ സ്കാനിങ്ങിലും പറയും ഇത്രയും ഏജായി, ഇനി എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആവാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എവിടെ പോയാലും ഞാൻ എല്ലാവരും അട്ടഹസിച്ച് ചിരിക്കുക, വർത്താനം പറയാം. ഞാൻ അപ്പോഴൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ ശ്രദ്ധ മുഴുവൻ ഞാൻ മാതാവിലേക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. മാതാവേ നീ തന്ന കുഞ്ഞ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 6ാമത്തെ സ്കാനിങ് കഴിഞ്ഞു. പിറ്റേ ദിവസം മാതാവ് എനിക്ക് എൻ്റെ മകനെ കാണിച്ചു തന്നു. ഹസ്ബൻഡിൻ്റെ മമ്മിയുടെ കയ്യിൽ എൻ്റെ കുഞ്ഞുമാൻ ഇരിക്കുന്നത് കാണിച്ചു തന്നു. അവൻ്റെ മുഖം ഞാൻ ശരിക്കും കണ്ടു. അന്ന് തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മോനൊരു പേര് ഞാൻ അന്ന് കണ്ടുവെച്ചു, ജോവാൻ എന്ന്. അത് ഇവൻ്റെ കഴുത്തിൽ കിടക്കണ ഈ കൊന്തയിൽ ഇവൻ ജനിക്കുന്നേക്കാളും മുന്നേ ഞാൻ ആ പേര് എഴുതി വെച്ച് മാതാവിൻ്റെ ഈ കാശുരൂപം, ഇവൻ്റെ കഴുത്തിൽ കിടക്കണ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ കുഞ്ഞിന് വേണ്ടി. അങ്ങനെ എൻ്റെ കുഞ്ഞ് ജനിച്ചു. അതിനു മുന്നേ എനിക്ക് ചെസ്റ്റ് പെയിൻ വന്നിരുന്നു, 3 പ്രാവശ്യമായിട്ട് വന്നിരുന്നു. 2 പ്രാവശ്യം ബഹ്റൈനിൽ വെച്ച് വന്നിരുന്നു. പിന്നെ വന്നത് നാട്ടിൽ ഞാൻ ഡെലിവറിക്ക് വന്നിരുന്നു. 2ാമത്തെ ഡെലിവറി എൻ്റെ നാട്ടിലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ 8ാം മാസമായിരുന്നു. അപ്പോൾ പറഞ്ഞു, ചെസ്റ്റ് പെയിൻ വന്നപ്പോൾ പറഞ്ഞു ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം, ECG വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടനടി എനിക്ക് സപ്പോസിറ്ററൊക്കെ തന്നു. പക്ഷെ ഒരു കാരണവശാലും എൻ്റെ വേദന കുറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എനിക്ക് തന്ന കുഞ്ഞ, നീ തന്നെയാണ് ഇത്രയും മാസം ഇവിടെ കാത്ത് സംരക്ഷിച്ചെത്തിച്ചത്. നിൻ്റെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയണ, വേറെ എനിക്കൊരു കുഴപ്പം തരരുതെന്ന്. അങ്ങനെ അവിടെ ഞാൻ അഡ്മിറ്റായി. എൻ്റെ ലേബർ റൂമിൽ കയറ്റി. ചെസ്റ്റ് പെയിൻ കുറയുന്നില്ല. ഡോക്ടേഴ്സ് വന്നു, എൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, ഹാർട്ടിന് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കി, ഒരു കുഴപ്പമില്ല. അങ്ങനെ നോർമൽ ഡെലിവറിയിലൂടെ എനിക്ക് 2ാമത്തെ കുഞ്ഞ് ജനിച്ചു. മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. 2ാമതായി എൻ്റെ മകൾ ജാനറ്റിന് ഞങ്ങൾ 2022 കോവിഡിന് ശേഷം കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ബഹ്റൈനിലോട്ട് പോയത്. എൻ്റെ മകൾക്ക് 2ാമതും ചെന്നപ്പോൾ കണ്ണിനൊരു അലർജി വന്നിരുന്നു. അലർജി വന്നിട്ട് 1 കൊല്ലം ഞങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു കാരണവശാലും ഇത് മാറുന്നില്ല. കുറേ നോക്കി ഞങ്ങൾ എന്തൊക്കെ എല്ലാവരുടെയും കാണിച്ചു, അലോപ്പതി, ഹോമിയോ, ഇംഗ്ലീഷ് ഒക്കെ കാണിച്ചു നോക്കി, മകൾക്ക് ഇത് മാറുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ഇവിടെ ഡെലിവറിക്ക് വന്നപ്പോൾ നാട്ടിൽ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു 13 വയസ്സ് വരെ എന്തായാലും ഉണ്ടാകും, അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, വേറെ മരുന്നൊന്നും അധികം യൂസ് ചെയ്യേണ്ട, കണ്ണാണ്. അങ്ങനെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു സ്റ്റിറോയിഡ് കുത്തിവെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാ എല്ലായിടത്തും പോണേ, മാതാവും നമ്മുടെ കയ്യിലില്ലേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ഞാൻ എടുത്തു. അന്ന് തുടങ്ങി എൻ്റെ മകളുടെ കണ്ണിൻ്റെ അലർജി, 2.5 വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ മകളുടെ കണ്ണിൻ്റെ അലർജി മാറി കിട്ടി. 3ാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരു 13 വർഷത്തോളമായി ബഹ്റൈനിലായിട്ട്. ഹസ്ബൻഡ് ചെന്ന് മോളുണ്ടായതിന് ശേഷം ലേണിംഗ് ടെസ്റ്റ് പാസ്സായി.
അതിനുശേഷം ഹസ്ബൻഡിന് ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ട്, സാഹചര്യങ്ങളില്ല, വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്നും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മോനുണ്ടായി. അതിനുശേഷം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു. ചെന്ന് 3 മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് ലേണിംഗ് ടെസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ മാതാവിൻ്റെ ഉപ്പ്, ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ ഉപ്പും കാശ് രൂപവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഡ്രൈവിംഗ് ചെയ്യുന്ന വണ്ടിയിൽ മാതാവിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു, കാശ് രൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. അതുപോലെ തന്നെ ഞങ്ങളൊരു വണ്ടി വാങ്ങാൻ കുറേ നാളായിട്ട് ബഹ്റൈനിൽ ആഗ്രഹിച്ചിരുന്നതാണ്, അതും സാധിച്ചു. 4ാമതായിട്ട് ഹസ്ബൻഡിൻ്റെ സാലറി 4 വർഷമായിട്ട് വർധനവുണ്ടായിരുന്നില്ല. ഇവിടെ ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം അതുപോലെ തന്നെ കാശ് രൂപം ഒക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സാലറിയിലും വർധനവുണ്ടായി. അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ മകന് 1 വയസ്സാവാറായപ്പോൾ, ഒരു 11 മാസമായപ്പോൾ എൻ്റെ മകന് ഒരു പനി വന്നിരുന്നു. പനി 5 ദിവസം കഴിഞ്ഞു ആൻറ്റിബയോട്ടിക് ഡോക്ടേഴ്സ് തന്നിരുന്നു. പനി കുറയുന്നില്ല, കൊച്ചു പാല് മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്കും ടെൻഷനായി, എന്താണാവോ ഇങ്ങനെ കുട്ടി. ഡോക്ടറിനും ആകെ പേടിയായി. ഞങ്ങൾ വീണ്ടും റിവ്യൂവിന് 3ാമത്തെ റിവ്യൂവിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്ത് നോക്കാം, ഇത് വേറെ എന്തെങ്കിലും പനിയാണോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഓക്കെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ ടൈമിൽ ഫുള്ള് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനയും ഉടമ്പടി തൈലം ഉപ്പും ഒക്കെ തൊട്ട് ഞാൻ മോനെ തൊട്ട് പ്രാർത്ഥിച്ചു. എക്സ്റേയുടെ ടൈമിൽ ഇവിടെ കേട്ടൊരു സാക്ഷ്യം എൻ്റെ മനസ്സിൽ വന്നിരുന്നു. ഒരു ചേച്ചി ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടി എന്തോ ഹാർട്ടിന് എന്തോ പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മാതാവേ നീ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ആ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അസുഖമൊക്കെ മാറ്റി തരണേന്ന്. ഞാനും എൻ്റെ മകൻ്റെ എക്സ്റേയുടെ ടൈമിൽ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകനെ വന്ന് നീ തൊടണമേ എന്ന്. അന്ന് അപ്പോൾ തന്നെ എക്സ്റേ റൂമിൻ്റെ വാതിൽ ആരോ എന്നറിയില്ല ഞങ്ങൾക്ക് തന്നെ തുറന്നു. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാതാവാണ് എൻ്റെ മകനെ വന്ന് തൊട്ടെന്ന്. അതിനുശേഷം എൻ്റെ മകൻ്റെ പനി മാറി. റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ ഞങ്ങളെ വന്ന് കണ്ടു. ഞങ്ങൾ റിവ്യൂവിന് ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെല്ലണതിന് പകരം ഡോക്ടർ പുറത്തേക്ക് ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മകന് യാതൊരുവിധ കുഴപ്പവുമില്ല, എല്ലാം നോർമലാണ്, പനി മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇപ്പോൾ 2-3 മണിക്കൂർ എക്സ്റേ കഴിഞ്ഞിട്ട് ഇതുവരെ അവന് പനിച്ചിട്ടില്ല എന്ന്. അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവ് നൽകിയിട്ടുണ്ട്. മാതാവും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും എന്നും നന്ദി പറയുന്നു.